ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇംഗ്ലീഷ് കൺട്രി സൈഡ് ഡിസൈനിലാണ് ഇവർ ഈ വീട് ഫുള്ളും ചെയ്തിട്ടുള്ളത്. പ്രവാസിയായിട്ടുള്ള ഷൈജു അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫ്ലോറിൽ വരുന്നതും ഇൻറ്റീരിയറിൽ വരണമില്ല എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ഹബീബ് KMT പെരിന്തൽമണ്ണ KMT ടൈൽസ് എന്ന് കഴിഞ്ഞ 45 വർഷമായിട്ട് ഇതേ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ലെതർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ലെതർ ഗ്രാനൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് സംഗതി. പിന്നെ കണ്ടോ വലിയ വലിയ ലോങ് സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാൻഡ് റെയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ലോങ് ആയിട്ടുള്ള എന്താ പറയുക ഒരു സ്റ്റെപ്പുകളാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടും അങ്ങനെ തന്നെയാണ് സംഗതി. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് നേരെ കയറുന്ന സമയത്ത് ഇവിടെ 6x4 ടൈലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇംഗ്ലീഷ് കൺട്രി സൈഡ് ഡിസൈനിലാണ് ഇവർ ഈ വീട് ഫുള്ളും ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിങ്ങളിവിടെ നോക്കി നോക്കും. ഇപ്പോൾ ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ള ഇവർ ഈ കളർ തീമും കളർ പാറ്റേണും ഒക്കെ വളരെ എന്താ പറയുക അട്രാക്റ്റീവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സീലിങ്ങിൻ്റെ ഒരു കേസ് എടുക്കുക. അവർ സീലിംഗ് ഫോൾ സീലിങ്ങോ ജിപ്സോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ലിൻഡൽ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ വാർക്കണ സമയത്ത് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഇത് മറ്റേ വാർത്തത് കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കൽ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റിലും നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇവിടെ ടൈല് ചെയ്തിട്ടുള്ളത് 6x4 ടൈലാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ഇത് 6x4 ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രേ പാറ്റേൺ ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ്. നമ്മൾ പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ടൈലാണ്. പക്ഷേ ഈ ഒരു ഇൻറ്റീരിയറിന് വരുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെളിച്ചവും ഇഷ്ടംപോലെ കാറ്റും നല്ല ലോങ് ആയിട്ടുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രേ ടോൺ ആയിട്ടുള്ള ഒരു ടൈലിലോട്ട് പോയാലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മളെ ഇൻറ്റീരിയറിനെ തീരെ ബാധിക്കില്ല. അതിനേക്കാട്ടിലും കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈല് ഈ ഒരു ഇൻറ്റീരിയറിന് വളരെ ആപ്റ്റായിട്ടാണ് ഈ ഇൻറ്റീരിയർ ഇതിന് നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു പാസേജാണ്. ഇതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റഡ് ടൈലാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഹൈലൈറ്റഡ് ടൈല് കൊടുത്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു പാസേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നു. കാരണം ഈ പാസേജിൽ നിന്നാണ് നേരെ നമ്മൾ ഡ്രോയിങ് റൂമിലോട്ട് പോണത്, അതേപോലെ തന്നെ ഡൈനിങ് ഹാളിലോട്ട് പോണത്, അതേപോലെ കിച്ചണിലോട്ട് പോണത്, അതേപോലെ നമ്മളൊരു ഒരു ഫാമിലി ലിവിങ്ങിലോട്ടും ഒക്കെ ഈ ഒരു പാസേജിൽ നിന്നാണ് പോണത്. ഇവിടെ ഈ ഒരു ഹൈലൈറ്റഡ് ടൈല് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ അതുപോലെ തന്നെ ലെതർ ഗ്രാനൈറ്റ് വെച്ച് ബോർഡറും ചെയ്തിട്ട് അത് വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നേരെ അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ നേരെ വരുന്നത്. ഡൈനിങ് ഏരിയയിലോട്ട് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട്സാണ് ഇതിൻ്റെ ടേബിൾ ചെയ്തിട്ടുള്ളത്. കോട്ട്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് സംഗതി. നമുക്കിതിൽ സ്റ്റെയിന് പിടിക്കൂല. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമുക്കിതിൽ കിട്ടും. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇതൊരു ഡിസൈനർ പാറ്റേൺ ഈ ഇതിൽ ചെയ്തുകൊണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ അവർക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ സീലിംഗ് ഒക്കെ ഫുള്ള് നമുക്ക് ഒരു വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ആൻറ്റിക് ശരിക്കും ഒരു ഓക്ക് ഫിനിഷിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും ആ ഒരു തീം 100% പിടിച്ചിട്ടാണ് ഇവർ ഈ ഡിസൈൻ ഫുള്ളി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വാഷ് ബേസിൻസ് കൊടുത്തിട്ടുണ്ട്. 2 വാഷ് ബേസിൻസ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊരു പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു ലൈന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ടോയ്ലറ്റ്സും ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ടോയ്ലറ്റ്സും വളരെ മിനിമം സ്പേസിൽ ഒരു 20 സ്ക്വയർ ഫീറ്റ് ഒരു സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഗസ്റ്റ് ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഇതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ള ഒരു വീടാണ് ഇതിലുള്ളത്. ഇവിടെ ജസ്റ്റ് ഒറ്റ ഏരിയ മാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലോട്ടാണ് നമ്മൾ നേരെ എത്തുന്നത്.
ഒരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ അടിയിലാണ് ഇവരെ കാർ പോർച്ച് വരുന്നത്. നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ട് എന്താ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൻ്റെ മുറ്റത്ത് കാണില്ല. പക്ഷേ ആ ഒരു അടിപൊളിയായിട്ട് അത് ആർക്കിടെക്റ്റ് ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആർക്കിടെക്റ്റിൻ്റെ കാര്യം പറഞ്ഞത്, ആർക്കിടെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫായിസ് ആലിക്കലാണ്, പട്ടാമ്പിയിലെ പുള്ളിയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ തീമിന് 100% നീതി പുലർത്തിയിട്ടാണ് പുള്ളി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിഡിലാക്കിയിട്ട് പുള്ളി ഇത് എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്ര സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇനി ബാത്റൂമും ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിങ് ഏരിയയും സംഗതിയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഇതിലുള്ളത്. ഇനി നമുക്ക് എന്താ പറയുക മെയിൻ ലിവിങ് ഏരിയയും കിച്ചണും പിന്നെ അതുപോലെ തന്നെ എന്താണ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂംസും കൂടി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും 6x4 ടൈലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ അറിയുമോ, ഇപ്പോൾ നമുക്കൊരു ഓരോ ഇതിനും ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെഡ്റൂംസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ സ്ട്രിപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, കോമൺ ഏരിയയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതുണ്ട് സീലിങ്ങിൽ, ഞാൻ നേരത്തെ അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, സീലിങ്ങിലും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക നമുക്ക് ഒരു കോസ്റ്റും നമുക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ ഭംഗിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഇത്രയും വലിയൊരു മിറർ കൊടുത്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടില്ല ആ ഒരു ഫീല്, ഭയങ്കര ഒരു ഫീലായിരിക്കും സംഗതി. എന്നാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഇത്രയും വലിയ മിറർ ഭയങ്കര ഒരു ഭംഗി കൂട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ അവിടെ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരെ ഇവിടുന്ന് തന്നെ ഇതുണ്ടോ, നേരെ നമ്മളിത് നേരെ വരണത് ഒരു ബാൽക്കണിയിലോട്ടാണ് വരണത്. നമുക്ക് ശരിക്കും നേരെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് സംഗതി. നേരെ ഒരു റബ്ബർ തോട്ടമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ ഇനി നമ്മൾ വരുന്നത് ബാത്റൂമാണ്. ബാത്റൂമും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇത് ബാത്റൂമിൽ കണ്ടോ, ബാത്റൂമിൽ ഇവിടെ എന്താ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഗതിയാണ് ഷവർ പാർട്ടീഷൻസ്. അത് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് വെറ്റ് ഏരിയ കുറച്ചൊരു താന്നിട്ടാണ് നിൽക്കുന്നത് സംഗതി. പിന്നെ അതുപോലെ വേറൊരു ഏറ്റവും വലിയൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളെപ്പോഴും ഇപ്പോൾ ഇത് കണ്ടോ, ഇത് വലിയ ഷവറാണ്, 12 ഇഞ്ചിൻ്റെ വലിയ ഷവറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ഡ്രെയിൻ ഇത്രയും വലിയ ഷവർ വെക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ സാധാ 4 അല്ലെങ്കിൽ 5 6 ഷവർ വെച്ചാൽ പോലും ഇതേപോലത്തെ 2 ഫീറ്റിൻ്റെങ്കിലും മിനിമം ഷവർ ഡ്രെയിൻ നിർബന്ധമായിട്ടും നിങ്ങൾ വെക്കണം. കാരണം അറ്റ് എ ടൈമിൽ തന്നെ അത്രയും എമൗണ്ട് ഓഫ് വെള്ളം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ഔട്ടായി പോകണം. അപ്പോൾ അതിനെന്താ വെച്ചാൽ നിർബന്ധമായിട്ടും ഇങ്ങനത്തെ ഫ്ലോർ ഡ്രെയിൻ നിർബന്ധമായിട്ടും നിങ്ങൾ വെക്കണം. പിന്നെ അതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൺസീൽ ടാങ്ക് ആണ് ചെയ്തിട്ടുള്ളത്. കൺസീൽ ടാങ്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ്. നമുക്ക് അടി ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും വളരെ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം ഏതൊക്കെ പോയിന്റിൽ എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതൊക്കെ ഈ ക്ലയൻറ്റും ആർക്കിടെക്റ്റും അതിമനോഹരമായിട്ട് അത് വളരെ കിഡിലാക്കിയിട്ട് അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യം അടിപൊളി ഫിനിഷിംഗ്, ഒന്നും പറയാനില്ല. ഈവൻ ടൈൽ വർക്ക് എടുത്തതാണെങ്കിലും ഇവിടുത്തെ പുട്ടി പെയിൻറ്റിങ്, സീലിങ് എല്ലാം എന്താ പറയുക ക്ലാസ് ആയിട്ടാണ് വളരെ അതിമനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു എന്താ പറയുക ഒരു ബെഡ്റൂമാണ് വരുന്നത് സംഗതി. ഇത് 2 എണ്ണമായിട്ടാണ് പൊസിഷൻ ചെയ്തിട്ടാണ് 2 ബെഡ്റൂമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ജനൽ കണ്ടോ, ഈ ഒരു ജനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വെളിച്ചം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കോമൺ സ്പേസ് നടുവിൽ കൊടുത്തിട്ട് അത് പുറത്ത് മുറ്റത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതും കൂടിയാണ് ആ സംഗതി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ, ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് അതിനൊരു ഡിഫറൻസിയേഷൻ വളരെ ഉഷാറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാനിതിൽ കണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒറ്റ ഫ്ലോറിലാണ് ഈ വീട് ഫുള്ള് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഭയങ്കര ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇവർ ഈ വീട്. പിന്നെ ഇനി നമുക്ക് കിച്ചണാണുള്ളത്. കിച്ചണും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ കിച്ചണിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐലൻഡ് കിച്ചണും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചണും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എൽ ഷേപ്പ് കിച്ചണും
ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഗതി. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കോട്ട്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറ വരില്ല. അതേപോലെ തന്നെ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയലാണ് ഈ സംഗതി. ഇപ്പോൾ ഈ കറ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ, മഞ്ഞൾ ഇങ്ങനത്തെ കറകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഈ കോട്ട്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നിങ്ങളെ ഇൻറ്റീരിയറിനനുസരിച്ച് അത്രയും റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഈ കോട്ട്സിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സംഗതി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഹൈലൈറ്റുകൾ. എന്താ പറയുക, അതിമനോഹരമായിട്ട് ഒരൊറ്റ ഫ്ലോറിൽ ചെയ്ത ഒരു വീടാണ്. വളരെ മനോഹരമായിട്ട് അവർ ഈ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീട് പണി നടക്കണത് അല്ലെങ്കിൽ വീട് പണി പ്ലാൻ ചെയ്യണ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.